അയ്യോ, ഇങ്ങനെ സ്നേഹിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നണ്ണ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രേണുസുധിയുടെ അനുരാഗത്തിൽ മുങ്ങിപ്പോയ അനുരാഗ കാറ്റ്. ആ കാറ്റിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, രേണുസുധിയുടെ അക്കൗണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കിന് ഒരു റീൽ ഞാൻ കണ്ടു. 25K വ്യൂസ് ഓൺ ദിസ് അനുരാഗ കാറ്റ്. വെൻ ഇറ്റ് പോസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 11 ദിവസമേകോ രേണുസുധിയെ കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ 25,000 വ്യൂ കയറുന്ന ആൾക്കാരുള്ള നാട്ടിൽ രേണുസുധിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 11 ദിവസമായിട്ടും 25,000K വ്യൂസ്. അതിനകത്ത് കിട്ടിയതോ 127 ലൈക്ക്. ആടാ, ആ പരിപാടി എന്തുവാടാ അതിനകത്ത് എന്നൊന്ന് അറിയണമല്ലോ. നിങ്ങൾക്ക് പറയാനൊരു ആഗ്രഹം കാണത്തില്ലേ? അപ്പൊ ഞാനിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് രേണുസുധിയുടെ അനുരാഗ കാറ്റ്, അനുരാഗത്തിൽ മുങ്ങി താന്നു പോയിട്ടുള്ള ഒരു കാറ്റിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, കാറ്റിനുള്ളിലെ മരം ചുട്ടി പ്രണയമായിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ലോകപ്രശസ്ത സംവിധായകനും ലോകപ്രശസ്ത പ്രൊഡ്യൂസറുമായിരുന്നു. പിന്നെ ലോകപ്രശസ്ത രേണുസുധി ആയിരുന്നു ഇതിനകത്ത് അഭിനയിച്ചത്. ലീഡ് റോള്, ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു മാന്ത്രികതയെ ലീഡ് ചെയ്തത് തന്നെ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അപ്പൊ ഇതിലേക്ക് എത്തിയിട്ടുള്ള രേണുസുധിയുടെ റീല് കണ്ടിട്ട് നമുക്ക് നേരെ ആ ഷോർട്സിലേക്ക് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് എന്റെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താവൂ. നമ്മളെ കൊണ്ട് ഒരാളെ ഡീഗ്രേഡ് ചെയ്യുക മാത്രമല്ല, അയാൾ ചെയ്തിട്ടുള്ള അയാളുടെ കഴിവ്. കാരണം രേണുസുധി കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടു, എടാ കലാകാരന്മാർ ഒരിക്കലും കല ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി ആയിരിക്കരുതെന്നും. ആരാ പറയുന്നത്? സ്വന്തം കലാകാരിയായിട്ടുള്ള രേണുസുധി സ്വന്തം മരിച്ചുപോയ ഭർത്താവായിട്ടുള്ള കൊല്ലം സുധിയെ വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റിനകത്ത് ഒരു പ്രോഗ്രാം തന്നെ നടത്തിയായിരുന്നു മരിച്ചുപോയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു 3-4 മാസം മുമ്പ്. അതും കൂടെയുള്ള കൊളീഗ്സുമായിട്ടുള്ള. അങ്ങനെ ഒരു കലാരൂപം അഴിച്ചുവിട്ട രേണുസുധിയാണ് ഇമാതിരി ഡയലോഗൊക്കെ ഇട്ടുകൊണ്ട് രേണുസുധിക്കെതിരെ പടം വരച്ചപ്പോഴത്തേക്കിന് രംഗത്തേക്ക് വന്ന് കാണിച്ചത്. ഇതൊക്കെ നമ്മളും കാണുന്നുണ്ട് കുഞ്ഞെ, നമ്മൾ പിന്നെ അതിലോട്ടൊന്നും വരുന്നില്ല. രേണുസുധിയുടെ അനുരാഗത്തിൽ മുങ്ങിപ്പോയ കാറ്റിലേക്ക് ഞാൻ എത്തിയ വഴി, പെരുവഴി നോക്കാം. അതിനകത്തുള്ളൊരു കമന്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസ് മാത്രമേ ഉള്ളൂ, 500 ലൈക്ക് പോലും വന്നിട്ടില്ലല്ലോ. ഇങ്ങനൊരു സാധനം കാണുമ്പോൾ നമുക്ക് രേണുസുധി എന്നൊക്കെ വെച്ചാൽ ഉറക്കത്തിലൊക്കെ ചാടി എഴുന്നേക്കൂടാ. ഞാൻ രേണുസുധി കേട്ട് കഴിഞ്ഞാൽ ഉറക്കത്തിലൊക്കെ പിച്ചും പേയും പറയുന്നുണ്ട് രേണുസുധി, ഉറക്കത്തിൽ രേണുസുധി എന്നൊക്കെ പറയുന്നു. ആ അവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് രേണുസുധിയുടെ ഒരു വീഡിയോക്ക് ഇത്ര വ്യൂസേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെനിക്ക് വീഡിയോ റിയാക്ട് കൊണ്ട് സ്ട്രൈക്ക് തരുമായിരിക്കും. മേ ബി തരാൻ ചാൻസ് ഉണ്ട് അവരുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചെയ്യും. രേണുസുധിയുടെ വീഡിയോ അത്ര ലൈക്ക് പോരാ. നിങ്ങൾ ഈ കാണുന്ന ഒരു അനുരാഗ കാറ്റ് പോയി കാണണം. എൻ്റെ വീഡിയോ കണ്ടിട്ടേ പോകാം. ഞാൻ എൻ്റെ വീഡിയോ കാണാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ കയറുന്നല്ലേ ഞാൻ കേട്ടല്ലോ. അറിയത്തില്ല, എനിക്ക് പോലും അറിയത്തില്ല എൻ്റെ ചില സമയത്ത് എനിക്ക് പിടിക്കത്ത പോലും ഇല്ല. മര്യാദയ്ക്ക് ഇരിക്കുന്ന നേരത്തിരുന്ന് ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവൂ. അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹമൊക്കെ മതി കേട്ടോ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ആ ഉൾനനയും വീഡിയോയ്ക്ക് അത്രയും വ്യൂസ് കിട്ടാനുള്ള കാരണം? അത് വളരെ യാഥാർത്ഥ്യമുള്ളൊരു ചോദ്യമായിരിക്കും. കാണണം, നിങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയണം എങ്ങനെയാണ് അത്രയും വ്യൂസിൽ അത് ഒതുങ്ങിപ്പോയി എന്നുള്ളത്. അടിപൊളി ലൈൻ. കൈതപ്പുറം പോലും ഇമാതിരി ലൈൻ എഴുതി കാണത്തില്ല. അന്യായം. മാസ്മരികം. ഇത് എഴുതിയിട്ട് ആ പാട്ട് പാടിയപ്പോൾ ആ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അടുത്ത നാഷണൽ അവാർഡ് എനിക്ക് തന്നെ. വാവ്. പെണ്ണ് സുന്ദരിയൊക്കെ തന്നെ. നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുന്ദരിയാണെന്ന് നിങ്ങളെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാണുന്ന നമുക്കറിയാവുന്ന കാര്യമല്ലേ. സ്വന്തമായിട്ട് കിട്ടുന്ന ഇരട്ടപ്പേരുകളെ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പിന്നെ ആ പെണ്ണ് സുന്ദരി ആയിരിക്കും. നിങ്ങൾ എന്തോ പറയുന്നത്? വളരെ മോശമായി പോയി. അപ്പൂസിരുന്ന് വായിക്കുന്നു. അങ്ങനെ
അങ്ങനെ ആ വീഡിയോ നമുക്ക് 3 ഘട്ടമായിട്ടായിരിക്കും വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കേട്ട ഗാനാലാപനം. പെണ്ണ് 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 പിന്നെ ആണാണോടാ മൈര എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നുപോയി പാട്ട് കേട്ടിട്ട്. പക്ഷെ നമ്മൾ ചോദിക്കരുത്. നമ്മളെ പോലുള്ള നല്ല വ്യക്തികളൊന്നും ഒരിക്കലും അങ്ങനെ ചോദിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ വെറും തരം താഴുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം പാട്ട്, പിന്നെ ഡയലോഗ്, വീണ്ടും ഒരു പാട്ട്, പിന്നെ ഡയലോഗ്, കൺക്ലൂഷൻ, കെട്ടിപ്പിടി, അന്യായം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ടോം ക്രൂസിന്റെ കൂടെ നായികയാവാനായിട്ട് കേരളത്തിൽ നിന്ന് ഇന്നീ നിമിഷം AD 1000 സമ്പ്രദായത്തിൽ പോകാൻ പറ്റിയ ഒരു വ്യക്തിയാ. ഇതാണ് അന്നനട. അണ്ണാ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കിളിയുടെ സൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്റെ മാമന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അമർത്തുമ്പോ ഇതായിരുന്നു വന്നോണ്ടിരുന്നത്. അവന്റെ കിളിയുടെ സൗണ്ട് നോക്കെ. ഞാൻ ചിലപ്പോൾ ലേറ്റായി, ട്രാഫിക് ആയിരുന്നു. ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എഴുന്നേറ്റ് പോടാ, ബാക്ക്ഗ്രൗണ്ട് കോർ കൊടുത്തവനെ. കിളിയുടെ സൗണ്ട്. ഏത് കിളിയാണ് 24 മണിക്കൂർ റോഡിൽ ഇരുന്ന് കൊണക്കണം ഇത്ര വണ്ടി പോകുന്നിടത്ത് നടിക്കുന്നത്? അല്ല കാട്ടിലൊക്കെ ആണെങ്കിൽ നീയൊക്കെ കാണിച്ചതിന്റെ ഇതും പോയി അതും പോയി എല്ലാം പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല താൻ ഇന്ന് വരുമെന്ന്. മനസ്സിനോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. പഴയകാല ഓർമ്മകളുമായിട്ട് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഒരു ദിവസം, അതാ ഞാൻ വന്നത്. പഴയകാല ഓർമ്മകളുമായിട്ട് കൂട്ടുകാരനുമായിട്ട് ഒരു ദിവസം. വാവ്, വാട്ട് എ ക്രിയേറ്റിവിറ്റി! ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട സാധനമല്ലായിരുന്നു. ബാഡ് ലക്ക്, പ്ലാറ്റ്ഫോം മാറിപ്പോയി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇടക്കിടക്ക് കിളികൾ പായുന്നുണ്ട്. ഈ സൗണ്ടൊക്കെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? 90s പിള്ളേർക്ക് CD ഇട്ട സമയത്ത് ചിലപ്പോ കേട്ടതായിട്ട് ഓർമ്മ കാണുമായിരിക്കും അല്ലേ? കരയിൽ നിന്നും നേരെ കടലിലേക്ക് ഡ്രസ്സൊക്കെ മാറിയില്ലേ? അതിഗംഭീരം. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്, തന്നെ കണ്ട നിമിഷം മുതൽ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കുറെ ചിരിച്ചു. എല്ലാ വേദനയും മറന്നിട്ട്. പലപ്പോഴുമുള്ള എൻ്റെ പെരുമാറ്റം ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു എന്ന് എനിക്കറിയാം. ജെയിംസിന്റെ മനസ്സിൽ ആരാ അണ്ണാ ഇമാര് ഡയലോഗ് എഴുതി കൊടുത്തത്? സത്യം പറഞ്ഞാൽ മ്ലേച്ഛകരമായിട്ടുള്ള ഡയലോഗുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് വീഡിയോ 25,000 വ്യൂവിനകത്ത് ഒതുങ്ങിപ്പോയെന്ന് രേണുസുതിയെ കുറ്റമൊന്നും പറയല്ലോ. രേണുസുതി റീച്ചുള്ള ആളാ. രേണുസുതി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒട്ട ഓടുന്നത്. അണ്ണാ ഒരുമാതിരി കഥയ്ക്ക് പോലും കൊള്ളത്തിന് നാടകത്തിന് പോലും ആൾക്കാരെടുക്കാത്ത ഡയലോഗുകളും കിളികളുടെ സൗണ്ടും അതിൻ്റെ കൂടെ അതിഗംഭീരമായിട്ടുള്ള പെണ്ണ് പെണ്ണ് പിടക്കോഴി എന്ന് പറഞ്ഞൊരു പാട്ടും കൂടെ കൊടുത്തപ്പോഴത്തേക്കിനും അതിഗംഭീരം, മാർവലസ്. ഞാൻ പലപ്പോഴും അറിയാതെ പോയി. അങ്ങനെയൊന്നുമല്ല. ഒരു പെണ്ണിന് ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയും. അത് ഞാനാ മനസ്സിലാക്കാത്തത്. ഒരു പെണ്ണിന് ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ, അത് ഞാനാ മനസ്സിലാക്കാത്തതെന്നോ? അത് മനസ്സിലാക്കണ്ടേടാ ഇതൊക്കെ. ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് ഇത് മിനിമം ഇതെങ്കിലും മനസ്സിലാക്കണ്ടേ? ഒരു പെണ്ണിന് ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കാനായിട്ട് കഴിയും. അതുപോലെ നിനക്കും ഒരേ സമയം ഒരുപാട് പെണ്ണുങ്ങളെ കൊണ്ടു നടക്കാനും കഴിയും. നഗ്നമായ സത്യമാ, തിരിച്ചറിയണം. നടക്കണം സൂപ്പറായിട്ട് നടക്കണം. ഞാനാ ജെയിംസിന്റെ മനസ്സ് കാണാതെ പോയത്. ഫാസ്റ്റ് വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ സംഭവം കറണ്ടും പോയി എല്ലാം പോയി സമാധാനമായി. രേണു മിണ്ടല് പാട്ട് കേക്കല്ല്, ഒന്നും കേക്കല്ല്. നിങ്ങൾ ഈ മ്യൂസിക് കേൾക്കണം. ഈ മ്യൂസിക്കിനകത്ത് എന്താണ് രേണുസുതിയോടെ പറയുന്നത്? രേണുസുതിയുടെ സമയത്ത് ആ മ്യൂസിക് ഇടുന്നത്
ഈ വീഡിയോ പ്ലീസ്, ഈ വീഡിയോയ്ക്കകത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാലേ അറിയാം ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി പഴമയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ള, ആ പുളക നിർഹിതമായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള, അതിനിടയിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ് അണ്ണൻ ഒപ്പിയെടുത്തതാ. പണ്ട് തൻ്റെ ചെവിക്കുള്ളിലെ ദൃഷ്ടികളിൽ അടിച്ചു കയറിയിട്ടുള്ള സൗണ്ട് ഇപ്പോഴും മറക്കാനായിട്ട് കഴിയുന്നില്ല. അന്ന് എത്രയോ രാത്രികൾ വിട്ട് കളഞ്ഞിട്ടുള്ള സൗണ്ടുകളാണ് എനിക്ക് പുതിയതായിട്ടൊരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴത്തേന് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിഗംഭീരം, മാർവലസ്, മനോഹരം. ഈ നൂറ്റാണ്ടിലും ഈ കുട്ടികൾക്ക് ചേർന്നിട്ടുള്ളൊരു സാധനം. അണ്ണാ, ആട്ടും കാട്ടം എടുത്ത് വെച്ചിട്ട് 25,000 വ്യൂസ് കിട്ടിയതിന് അണ്ണൻ്റെ ഭാഗ്യം. നടക്കൂ. എത്ര നിന്നെ സ്നേഹിച്ചു എത്ര നിന്നെ സ്നേഹിച്ചു കക്കൂസ് ഇരുന്നാണോ പാടുന്നത്? എത്ര നിന്നെ പ്രേമിച്ചു നീ ഒരു അനുരാഗമായി പൂത്തു നിന്നപ്പോൾ ഞാൻ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയി. ഇങ്ങനെ ഒരു വീഡിയോ അധികം വ്യൂസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കിടന്ന് രേണുസുതിയെ കുറ്റം പറയില്ല. ഇതൊരിക്കലും രേണുസുതിയുടെ കുഴപ്പമല്ല, 100% രേണുസുതി അല്ല. ഇവരൊക്കെ ഒരു ആൽബം പോലും എടുക്കാറുണ്ട്, അതൊരു പാട്ട് പോലും എഴുതാറുണ്ട്, ഒരു പാട്ട് പോലും പാടാൻ അറിയുന്നത് തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഈ കമന്റ് മൊത്തം രേണുസുതി അണ്ണാക്കിലോട്ട് കൊണ്ട് തള്ളി കൊടുക്കുന്നത്. കഷ്ടം തന്നെയല്ലേ ആ കൊച്ചിന്റെ കാര്യം. എടുത്തു വെച്ചിരിക്കുന്ന സാധനം നോക്കേ, 1952 ജനിച്ചിട്ടുള്ള പ്രായമുള്ള വ്യക്തികൾ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കളയടാ ഇവന്റെ സാമാനം എന്നേ പറയത്തുള്ളൂ. പിന്നെയാണ് ഈ കാലഘട്ടത്തിലെ പിള്ളേർക്കിടയിലോട്ട് യൂട്യൂബിനിടയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എത്ര നാൾ ഏതോ ക്ലോസറ്റിനകത്ത് തല കുത്തിയിരുന്ന് പാട്ട് പാടുന്ന കണക്കിരിക്കുന്നു. ഈ പാട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് ഇതിന്റെ സംവിധായകനായിട്ടുള്ള ആ വലിയ ചേട്ടൻ തന്നെ, അതായത് ഏതോ ബാംഗ്ലൂർ ലോഡ്ജ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുക. ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, അണ്ണന്റെ സ്വഭാവം, അണ്ണന്റെ മ്യൂസിക്, അണ്ണന്റെ സെൻസ് പഴമയിലേക്ക് ഏതോ കളിത്തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയി. അണ്ണൻ കവിതയായിരിക്കും ഉദ്ദേശിച്ചത്. ഇത് പാരഡി ആയിട്ട് പോലും കൂട്ടാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ വായിലെങ്ങാണ് ഈ പാട്ട് വന്നു കഴിഞ്ഞാൽ അവർ 7 വെള്ളത്തിൽ വാ ഒഴിച്ച് കുലുക്കൊഴിഞ്ഞ് തുപ്പണം. അമ്മാതിരി ഗാനം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഗായകനാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ കവിത എഴുതാൻ അറിയാവുന്നത്? ആ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ശത്രുവാ, നിങ്ങളെ പ്രൊമോട്ട് ചെയ്തു തരും. മേലെ ഇമാരി പരിപാടി പേന എങ്ങാണ് ഇനി എടുത്ത് കവിത എന്ന് വല്ലോ എഴുതിയാ ജീവിതം തീർന്ന് നാട്ടുകാർ നശിപ്പിക്കും. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. നിന്നെ സ്നേഹിച്ചു എത്ര നാൾ നിന്നെ പ്രേമിച്ചു നീയും ഞാൻ മാത്രമായി. പാവൻ രേണുസുതി, ആ കൊച്ചു നല്ലോണം അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ അതിനെല്ലാം ഒരു ഭാവമാണ്. എന്ത് മാറ്റമുണ്ട്? ആ പെണ്ണിന്റെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം മാറ്റമുണ്ട്, അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒന്നുമില്ലായാലും ബിഗ് ബോസിൽ 33 ദിവസം ലാലേട്ടൻ കൈ പിടിച്ചിറക്കിക്കൊണ്ട ഒരു വ്യക്തിയല്ലേടാ. നിരവധി തട്ടുകടകൾ ഉദ്ഘാടനം ചെയ്ത്, മുറുക്കാൻ പീഡിയകൾ ഉദ്ഘാടനം ചെയ്തൊരു വ്യക്തിയല്ലേ. നിരവധി തവണ ഗൾഫ്, രാസൽ കൈമ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി ബാറുകൾ ഉദ്ഘാടനം ചെയ്തല്ലേ. അവിടെ എത്രയോ ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ട് മുന്നിൽ കിടന്ന് ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ അങ്ങനെ ഡാൻസ് കളിച്ചോണ്ടൊരു വ്യക്തിയല്ലേ. അവരെ പുളക നിർമ്മിതമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയല്ലേ. അത് ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഒരുപാട് അരങ്ങേറിയിട്ടുള്ളൊരു വ്യക്തിയല്ലേ. ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് എത്ര നാൾ എന്നാ പോണ്ട എഴുന്നേറ്റ്. ഇത്രയും നല്ലൊരു ഹൈ റേഞ്ച് പെണ്ണിനെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. യൂസ് ചെയ്യാനായിട്ട് മ്ലേച്ഛകരം. ബിഗ് ബോസിന്റെ വലിയ പോയി കളഞ്ഞു. ഒടുവിൽ ഞാൻ അറിയാതെ പോയി നിന്റെ മനസ്സിൽ എന്നോട് പ്രേമമില്ലെന്ന സത്യം
ഇനി വേണ്ട, ഞാൻ ഇത് റിയാക്ട് ചെയ്ത് ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല. എഴുതിയവനും പാടിയവനും ചിലപ്പോൾ ഏതെങ്കിലും അടുത്തുള്ള കിണറ്റിലോട്ടോ കടലിലോട്ടോ കായലിലോട്ടോ കുളത്തിലോട്ടോ ചിലപ്പോൾ ചെറിയ ഓവോ തോടോ വല്ലോടെ അതിനകത്തെങ്കിലും ഒരു തലയിടാൻ തോന്നും. വേണ്ട, അരുത് അരുത്. ഞാൻ ആരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഇവിടെ ചെയ്തതിൻ്റെ ബാക്കി മുതൽ ഞാൻ ചെയ്യാം. അല്ലാതെ ഇവിടെ അവസാനിപ്പിക്കും ഈ സാധനം. അതാ നല്ലത്. നിങ്ങൾ കണ്ടല്ലോ ആ പെണ്ണിന് എങ്ങനെയാണ് 25,000 വ്യൂ കിട്ടാനുള്ള കാരണം. നിങ്ങൾ കണ്ടല്ലോ. UKG പിള്ളേർ ഇതിൽ നല്ല പരിപാടി കാണിക്കൊണ്ട, LKG പിള്ളേർ ഇത് കണ്ടോണ്ടിരിക്കൊണ്ട. പക്ഷെ ഇത് കൊറോണ സമയത്ത് പോലും ഒന്നും ചെയ്യാതിരിക്കുന്ന പേഷ്യൻസിന്റെ മുന്നിൽ പോലും ഈ സാധനം കാണിക്കല്ലേ. അവര് കട്ടിലിന്റെ കമ്പിക്കകത്ത് തല തല്ലിച്ചാവും. ശരിയെന്നാ